സത്യസത്യമായി വളരെ വലിയ ഒരു മിനിസ്ട്രിയാണത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന രണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ വേദിയിലേക്ക് വരുന്നത്. പ്രിയ ചാർലി സഹോദരനും അതുപോലെ ടിജോ സഹോദരനും, രണ്ട് സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കിവരിലോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്നാണ് വിചാരിക്കുന്നത്. സത്യസത്യമായി എന്ന മിനിസ്ട്രിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് അറിയാവുന്നത് ടി വിയിലുള്ള സുവിശേഷ പ്രസംഗം എന്നുള്ള നിലയിലാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചുരുക്കം വാക്കുകളിലൊന്ന് പരിചയപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപക്ഷെ അത്ര പരിചയം അതിനെക്കുറിച്ച് ഇല്ലാത്ത ആളുകൾ ഒരുപക്ഷെ കണ്ടേക്കാം. അതുകൊണ്ട് സത്യസത്യമായി എന്ന മിനിസ്ട്രി എന്താണ് ചെയ്യുന്നത്? സത്യസത്യമായി ടി വി പ്രോഗ്രാം എന്നാണല്ലോ നിങ്ങൾ കേട്ടത്. ടി വിയിൽ ഒരുപാട് ആത്മീയ പരിപാടികൾ നടക്കുന്നുണ്ട്. 5 വർഷം മുമ്പ് ഇതിങ്ങനെ തുടങ്ങാനായിട്ടൊരു മുഖാന്തരം അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്, അന്നത്തെ സാഹചര്യത്തിൽ ടി വിയിലും സോഷ്യൽ മീഡിയയിലും സുവിശേഷം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് പെന്തക്കോസ്റ്റൽ സുവിശേഷമാണ്. എളുപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സൗഖ്യത്തെക്കുറിച്ചും ഒക്കെയാണ്. പിന്നെ പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. അവരങ്ങനെ മീഡിയ അടക്കി വാഴുന്ന സമയത്ത് ഇത്രയും സത്യം വ്യക്തമായി അറിയാവുന്ന നമ്മുടെ ഒരു പരിപാടിയും മീഡിയയിലില്ലല്ലോ എന്നൊരു സങ്കടവും അല്പം സ്വയ നിന്ദയൊക്കെ തോന്നിയ ഒരു സമയമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സത്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം മീഡിയയിലൂടെ അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടെ ഇങ്ങനൊരു പ്രോഗ്രാം ആരംഭിച്ചത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. നമ്മൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന സുവിശേഷ പ്രവർത്തനങ്ങളുടെ റീച്ച്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ഈ സന്ദേശം എത്തിക്കാൻ കഴിയുന്ന വളരെ പരിമിതമായ ആളുകളുടെ അടുക്കലേക്കേ ഉള്ളൂ. മീഡിയയിലൂടെ നമുക്ക് അതിൻ്റെയൊക്കെ 10-100 ഇരട്ടി ആളുകൾ എത്തിക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ് നമ്മൾ പ്രസംഗിക്കുന്ന സത്യസുവിശേഷം എല്ലാ തരത്തിലുള്ള മീഡിയയിലൂടെയും. ടി വിയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ടി വിക്ക് ഇന്നും സാധാരണക്കാരായിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് ടി വിയിലും സോഷ്യൽ മീഡിയയിലും സത്യസുവിശേഷം അറിയിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ. എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാമോ? എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം? നമുക്കറിയാം, ഇന്ന് ഇപ്പം ഈ കോവിഡിന് ശേഷം നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുൾപ്പെടെ, അവരെ കുറച്ച് നാൾ മുമ്പിൽ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കും, അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കും. മുഖ്യമാർക്ക് പ്രധാനമായിട്ട് എല്ലാവർക്കും പരിചയമുള്ള 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതാണ്. നമുക്ക് ഇന്നിപ്പം ടി വി പ്രക്ഷേപണം കാണുന്ന ആളുകൾ ഒരു കുറച്ച് ന്യൂനപക്ഷം മാത്രമാണ്, എങ്കിലും സാധാരണക്കാർ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന്ന് സുവിശേഷം അറിയിക്കാനുള്ള ഒരു മുഖാന്തരമാണ്. മാത്രമല്ല, ഞങ്ങൾ ചിന്തിച്ചത് നമ്മൾ ഇനിയും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് അക്ഷന്തവ്യമായിരിക്കുന്നത് തെറ്റാണ് എന്ന് ഞങ്ങൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇതിലേക്ക് എടുത്തിയാടിയത്. നമുക്കിപ്പോൾ ഈ സത്യസത്യമായി എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ മിനിസ്ട്രികൾ എന്തൊക്കെയാണ്? ചാർലി സാർ ഒന്ന് വിശദീകരിക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ 5 ഭാഷകളിലായിട്ട് നമ്മൾ മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ ആ ഓർഡറിൽ തന്നെയാണ് പോയത്. 5 ഭാഷകളിലായി 8 ടി വി ചാനലുകളിൽ ആഴ്ചകളിൽ 7 ദിവസവും നമ്മൾ പ്രോഗ്രാം വിടുന്നുണ്ട്. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗം മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാ ഭാഷകൾക്കും ഇപ്പോൾ ചോദിച്ച പോലെ സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുകളുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും അത് പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ ആനുകാലിക വിഷയങ്ങളിലുള്ള ചർച്ചകൾ നമ്മൾ പലത് മലയാളത്തിൽ ചെയ്തു. അതുപോലെ തന്നെ ജീവിത സാക്ഷ്യങ്ങൾ അനേകരുടെ എടുത്തു. ഇനിയും അനേകരുടെ റിലീസാകാനുണ്ട്. ശ്രദ്ധേയമായ ജീവിത സാക്ഷ്യങ്ങളുണ്ട്. പിന്നെ പല വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഗൗരവമായിരിക്കുന്ന ബൈബിൾ ക്ലാസ്സുകൾ, പ്രിയ ക്ലീറ്റസ് സഹോദരൻ്റെ, സുനിൽ എബ്രഹാം സഹോദരൻ്റെ, മറ്റ് പല സഹോദരന്മാരുടെ ക്ലാസ്സുകൾ തുടർമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിൽ ആത്മീയ ഗാനങ്ങൾ നമ്മൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ, ഈ ഗാനങ്ങളിൽ സാധാരണ നമ്മൾ പ്രസിദ്ധരായ കലാകാരന്മാരെയൊക്കെ ഉപയോഗിച്ചാണ് പാട്ടുകൾ പാടിക്കുകയും അത് വൈറലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അതെ. പക്ഷേ സത്യസത്യമായുടെ ഒരു വ്യത്യസ്തത, പുതുമുഖങ്ങൾക്കും ആരും അറിയപ്പെടാത്ത ഒത്തിരി കലാകാരന്മാർക്കും കലാകാരികൾക്കും ടി വിയിൽ പ്രത്യക്ഷപ്പെടാനായിട്ടൊരു അവസരം ഉണ്ടാക്കി എന്നതാണ് അതിൻ്റെ പുറകിലുള്ള ചേതോവികാരം. നിശ്ചയമായിട്ടും അതിന് എൻ്റെ പുറകിൽ വളരെ ചേതോവികാരമുണ്ട്, പല കാര്യങ്ങളുണ്ട്.
അതെല്ലാം കൂടി വിശദമായിട്ട് പറയാൻ നമ്മളുടെ ഈ ചുരുങ്ങിയ സമയത്തിലില്ല, എങ്കിലും അത് പിന്നാലെ പറയുന്നുണ്ട്. എങ്കിലും പറയാം, ഇതൊരു ജനകീയ പരിപാടി, നമ്മളുടെ എല്ലാവരുടെയും പരിപാടിയാണ് എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ. ചാർലി സവറിൻ്റെ ഒരു പരിപാടി അല്ല അല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് ചാർലി സവറിന് എന്തോ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു പ്രൈവറ്റ് കമ്പനി പോലുള്ള ഒരു പരിപാടി. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം പുറത്തു നിന്ന് നമ്മുടെ സഭകളിലല്ലാത്ത പല പാട്ടുകാരും ഞങ്ങളുടെ പരിപാടിയും നിങ്ങളുടെ പരിപാടി ഇതിനകത്ത് ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യാവോ, ആദ്യം മുതലെടുത്തൊരു തീരുമാനം നമ്മുടെ സഭകളിലെ സഹോദരന്മാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്കൊരു വേദി എന്നുള്ളതിൽ അതിനെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പരിമിതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് പ്രസംഗിക്കുന്നവരായാലും പാട്ട് പാടുന്നവരൊക്കെ ആയാലും നമ്മുടെ ഇടയിലെ ആളുകൾ മാത്രമേ നമ്മൾ ആ കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മാത്രമല്ല അതിൻ്റെ ബാക്കിയും കൂടെയും പറയാം. കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് നമ്മൾ വിശ്വാസികളെയും അവിശ്വാസികളെയും ബൈബിൾ വായന പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ബൈബിൾ വായന കിസ്, ഡെയിലി ബൈബിൾ കിസ് വിജയകരമായിട്ട് നടന്നു വരുന്നുണ്ട്. എന്നോടുള്ള ചോദ്യം ഇതാണല്ലോ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൽ മൂന്നാമത് നമ്മൾ ചെയ്യുന്ന, 4ാമത് ചെയ്തു വരുന്നൊരു കാര്യമാണത്. അതിനും വലിയ ഒരു ജനസമ്മതി ഉണ്ട്. ഇത്തവണത്തെ തന്നെ ഫൈനൽ കിസിലേക്ക് വന്നത് 2 പെന്തക്കോസ്തുകാരാണ്. അവിശ്വാസികളുടെ ഇടയിലും വിവിധ രാജ്യങ്ങളിൽ, അമേരിക്ക, അതുപോലെ UK തുടങ്ങിയ രാജ്യങ്ങളിൽ ഇരുന്ന് പോലും നമ്മുടെ ഇംഗ്ലീഷ് മലയാളം ബൈബിൾ കിസ്സുകൾ എഴുതുന്ന അനേക സഹോദരന്മാരുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത്, അഗാപ്പെ ജിമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ ചില ചാരിറ്റി പ്രവർത്തനങ്ങളും ലഹരി വിമോചന സന്ദേശ യാത്രകൾ, കോർണർ മീറ്റിങ്സുകളാണ്. അതും അനുഗ്രഹകരമായിട്ട് ചെയ്യുവാൻ സത്യസത്യമായിട്ട് പ്രസംഗകർക്ക് കഴിയുന്നുണ്ട്. അതും വലിയ ഒരു നല്ല കാര്യമാണ്. സത്യസത്യമായുടെ ഈ ബാനറിൽ TV പ്രോഗ്രാംസ് 5 ഭാഷകളിൽ 7 ചാനലുകളിൽ 8 ചാനലുകളിൽ 7 ദിവസവും ദൈവത്തിൻ്റെ വലിയൊരു പരിപാടിയാണ്. ചെറിയൊരു കാര്യമല്ല, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഭാഷയിൽ പോലും സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പലരും ബുദ്ധിമുട്ടുന്ന ഈ സമയത്താണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ നേതൃത്വത്തിൽ 5 ഭാഷകളിൽ 8 ചാനലുകളിൽ 7 ദിവസവും പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ദൈവം ധാരാളമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ യൂട്യൂബ് ചാനൽ, സോഷ്യൽ മീഡിയ, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഒരു വളരെ നല്ല ഒരു കാര്യമാണ്. ചെറുതാണെങ്കിലും ഈ വാട്സാപ്പ് സ്റ്റാറ്റസുകളാക്കി സുവിശേഷം മെസ്സേജ്, അതെനിക്ക് ഞാൻ പലരുടെയും സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മുടെ ഈ സത്യസത്യമായുടെ സ്റ്റാറ്റസ് ഷെയർ ചെയ്യുന്ന ഒത്തിരി സഹോദരന്മാരുണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ ഒത്തിരി മനുഷ്യർ കർത്താവിനെ കുറിച്ച് അറിയാൻ ഇടയായിട്ടുണ്ട്. ദൈവം 30 സെക്കൻഡ് കൊണ്ട് അനേക സുവിശേഷം കേൾക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രേരണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പണ്ടേ നമ്മളിതൊക്കെ നിർത്തിപ്പോയേനെ. അപ്പോൾ ഈ സത്യസത്യമായി പ്രോഗ്രാമുകളുടെ ഫ്രൂട്ട് എന്താണ് നമുക്ക് ഇതുവരെ അതിൽ നിന്നൊരു റിസൾട്ടായിട്ട് പറയാൻ സാധിക്കുന്നത്? നമുക്ക് ഈ 5 ഭാഷകളിലുള്ള TV പ്രോഗ്രാം സോഷ്യൽ മീഡിയയിൽ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് പ്രതികരണങ്ങൾ ലഭിക്കുന്ന TV പ്രോഗ്രാമിൽ നിന്നാണ്. TV പ്രോഗ്രാമാണ് സാധാരണക്കാർ കാണുന്നത്. അതിൽ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും നമുക്ക് ഏകദേശം ഒരു എപ്പിസോഡിൽ 10-12 കോൾസ് റെഗുലറായിട്ട് കിട്ടുന്നുണ്ട്. മറ്റ് ഭാഷകൾ അത്രയും ഇല്ല, ചുരുക്കമാണ്. അപ്പം അതിനെക്കുറിച്ച് ചാനലുകാരോട് നമ്മൾ ചോദിച്ച് പറഞ്ഞത്, ക്രിസ്ത്യൻ ചാനൽസ്, നമ്മുടെ ക്രിസ്തീയ ചാനലുകൾ പറയുന്നത് ഒരു കോൾ സമം 1000 വ്യൂവേഴ്സ് എന്നാണ് അവരുടെ കണക്ക്. അപ്പോൾ 10 കോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കണക്കിൽ 10,000. നമ്മൾ അത്രയും കൂടുന്നില്ല. 100 പേര് കണ്ടാൽ പോലും അതൊരു വൻ വിജയമാണ്. അത്രയും ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന ആളുകൾ മിക്കവാറും ആളുകൾ വിളിക്കുന്ന അവരുടെ വിഷമങ്ങൾ പറയാനാണ്. രോഗം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ അവരുടെ വിഷമങ്ങൾ കേൾക്കും, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു മിനിസ്ട്രി തന്നെയാണ്. അവരെ ആശ്വസിപ്പിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഫോണിലൂടെ, ഈ വിളിക്കുന്ന ആൾക്കാരുടെ ഫോണിലൂടെ പേഴ്സണലായി സുവിശേഷം പറയും. അത് നമ്മുടെ ഒരു പോളിസിയാണ്. വെറുതെ വിഷമം കേട്ട് പ്രാർത്ഥിച്ച് നിർത്തുകയല്ല, ആ ആളുകളോട് ഫോണിലൂടെ സുവിശേഷം പറയാനായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന സഹോദരന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ അതിൽ തന്നെ താല്പര്യമുള്ള ആളോട് വീണ്ടും അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന മിനിസ്ട്രിയും ഫോണിലൂടെ നമ്മുടെ ചില സഹോദരന്മാരും ചെയ്യുന്നതിന് പിന്നീട് ഫോളോ അപ്പിനെ കുറിച്ച് പറയുമ്പോൾ പറയാം. ചുരുക്കം ചില ആളുകൾ, ഒരു വലിയ കൂട്ടം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ചുരുക്കം ചില ആളുകൾ പലയിടങ്ങളിലായി നമ്മുടെ സഭകളോട് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, പ്രോസ്പെരിറ്റി ഗോസ്പലിനും അതുപോലെ രോഗസൗഖ്യത്തിൻ്റെ സുവിശേഷത്തിനുള്ളതുപോലുള്ളൊരു ആകർഷണീയത എന്തായാലും സത്യസുവിശേഷത്തിന് ഇല്ല, അതുണ്ടാവുകയുമില്ല. എന്നാൽ ചുരുക്കം പ്രതികരണങ്ങളും ചുരുക്കം ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തോട് ചേർന്നു എന്നുള്ളത് ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്, സഭയോട് ആളുകൾ ചേരുന്നുണ്ട് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഒരു റിസൾട്ടായിട്ട്, അല്ലേ?
ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ടുള്ള അനവധി കാരണങ്ങൾ, നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു പ്രേരണ. അതുപോലെ എനിക്ക് ചില കോൾസ് വന്നിട്ടുണ്ട്, നിങ്ങൾ ചില കോൾസ് എനിക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞത് പല ചാനലുകളിലേക്കും വിളിച്ചാൽ അവരെടുക്കാറില്ല, ഇനി എടുത്താൽ തന്നെ അവർ പിന്നെ വിളിക്കാമെന്നൊക്കെ പറയുകയും ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ സത്യസത്യമായി ചാനലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർ പറഞ്ഞത്, നിങ്ങൾ തിരിച്ചു വിളിക്കും, നിങ്ങൾ സംസാരിക്കും, ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കും എന്നൊക്കെ പറഞ്ഞൊരു നല്ല കമൻറ്റ് ഞാനിങ്ങനെ കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഒത്തിരി കാണുമല്ലോ, നല്ല കമൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. നല്ല റെസ്പോൺസുകൾ ഒന്ന് രണ്ടെണ്ണം ഷെയർ ചെയ്യുവാണെങ്കിൽ സന്തോഷം. അങ്ങനെ പെട്ടെന്ന് ഓർക്കുന്ന ധാരാളം അതിനെക്കുറിച്ചും പറയാനുണ്ട്. കാരണം അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന സഹോദരങ്ങൾ തന്നെ പലപ്പോഴും ഇവിടെ ഉണ്ടാവും. ഫോളോ അപ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കിട്ടുന്ന ഈ കോളുകൾ, നൂറുകണക്കിന് കോളുകൾ, ഇതെങ്ങനെയാണ് ഈ ആളുകളെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ആരൊക്കെയാണ് അതിനകത്ത് ഈ ടീമിൽ സഹകരിക്കുന്നത്? ഓക്കെ, അതിൽ ടീമിൽ സഹകരിക്കുന്നത് ഇപ്പം പ്രധാനമായിട്ടും ഒന്ന് തിരുവനന്തപുരത്തെ സാബു സോരൻ, പിന്നെ അതുപോലെ തന്നെ ബീന അലക്സ്, ഡെയ്സി പ്രസാദ്, സുമേഷിൻ്റെ വൈഫ് റിൻഡു, അതുപോലെ എൻ്റെ വൈഫ് മിനി ചാൾസ്, പിന്നെ ഞാനും കുറേ കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ആദ്യകാലങ്ങളിൽ മുഴുവനും ഞാൻ തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്യുന്നത്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കാണ് വരുന്നത്. ആ കോളുകളെല്ലാം നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്യും. അവരോട് പറയും പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തില്ലേ പിന്നെ കോൾ വരില്ല, ഒരാളുടെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ. അത് കട്ട് ചെയ്തിട്ട് ഈ സഹോദരങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പോൾ അവരിതിനെല്ലാം ഓരോരുത്തരും കറക്റ്റായിട്ട് വിളിച്ചിട്ട് റിപ്പോർട്ട് എനിക്ക് തിരിച്ചയക്കുന്നതിൽ ഓരോ സ്ഥലം സഭയ്ക്ക് കൊടുക്കാൻ കൊള്ളുന്ന കോളുകൾ അങ്ങനെ കൊടുക്കും. മാത്രമല്ല, നമ്മുടെ സഹോദരിമാരോട് തന്നെ ഇതിൻ്റെ സാക്ഷ്യം ചോദിച്ചാൽ നമ്മുടെ സഹോദരിമാർ ഫോളോ അപ്പ് ചെയ്ത് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുണ്ടായ ദമ്പതികൾ വരെ നമുക്കുണ്ട്. സ്തോത്രം. അത് ഒന്നല്ല, 2 ദമ്പതികളെ കുറിച്ച് അവർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സണ്ണി സഹോദരനും അറിയാവുന്ന പോലെ ഇവിടെ അടുത്ത് ഒരാളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ പല സ്ഥലങ്ങളിൽ അങ്ങനെ ആളുകൾ മുന്നോട്ട് വരാൻ ഇടയായതൊക്കെ ഈ സഹോദരങ്ങളുടെ ഫോളോ അപ്പ് കൊണ്ടാണ്. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കാണുന്ന റിസൾട്ട് ഇത്രയും വിരലെണ്ണാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞുള്ളെങ്കിലും ഇതിനേക്കാൾ എത്രയോ മടങ്ങ് റിസൾട്ട് ഇതിൻ്റെ പുറകിൽ വേറെ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ടാകും. ഈ മറ്റ് ഭാഷകളിലും ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് ഹിന്ദിയാണ്. ഹിന്ദിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് ഉള്ള പരിമിതി കൊണ്ട് ഇവരൊന്നും നേരിട്ട് കാണാനൊന്നും സാധിക്കില്ല. അപ്പോൾ സഹോദരന്മാരെ ഫോണിൽ വിളിക്കും, ഓൺലൈനിലൂടെ ബൈബിൾ ക്ലാസ് എടുത്തു കൊടുക്കും. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. ബോംബെക്ക് അടുത്ത് ബാരാമതി. എൽദോ ബ്രദർ ഇവിടെ ഉണ്ട്. എൽദോ ബ്രദറിനോട് ചോദിച്ചാൽ അറിയാം, ഏകദേശം 45ഓളം ആളുകൾക്ക് ക്ലാസ് എടുക്കാനും അവിടെ പോയി ഫോളോ അപ്പ് ചെയ്യാനും പറ്റാതെ അവർ വിഷമിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ ഒരൊറ്റ കോൺടാക്റ്റിലൂടെ 15 പേരോളം നമ്മളൊരു സ്ഥലത്ത് പുതിയ വേലയായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട്. രാജു അബ്രഹാം സോരൻ നാളെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെ ജോയിൻ ചെയ്ത് നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പിൽ ഒരു ടീം തന്നെ വിശാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പല ഭാഷകളിലായിട്ടല്ലേ? നിശ്ചയമായിട്ടും നമ്മുടെ സൗരിമാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഉണ്ട്. ആ പ്രിയപ്പെട്ട സൗരിമാരെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ഒരു മിനിസ്ട്രി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു മാസം സത്യസത്യമായിട്ട് ഈ TV പ്രോഗ്രാമിന് എത്ര എക്സ്പെൻസ് വരും? ഒരു ചോദ്യം ഞങ്ങൾ അങ്ങോട്ട് വയ്ക്കുക, എത്ര വേണ്ടി വരും? സഹോദരന്മാർ, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ 5 ഭാഷകളിൽ 8 ചാനലുകളിൽ 7 ദിവസം പോകാൻ എത്ര രൂപ വേണം മിനിമം? നിങ്ങളൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ഇത്രയും പ്രോഗ്രാം നന്നായി കൊണ്ടുപോകണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. പക്ഷെ നമുക്ക് ഒരു മാസം വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ പരമാവധി ചിലവ് കുറച്ചാണ് നമ്മുടെ ഈ പ്രോഗ്രാമുകൾ നമ്മൾ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് പ്രസംഗം പറയുന്ന ആളുകൾ, വിവിധ ശുശ്രൂഷ ചെയ്യുന്നവർ, സാങ്കേതിക പ്രവർത്തകർ, ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ പ്രതിഫലേച്ഛ കൂടാതെ നമ്മുടെ അടുത്ത് നിന്ന് സഹകരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ചിലവ് ചുരുക്കി ഈ കാര്യം കൊണ്ടുപോകുന്നത്. എങ്കിലും ഒരു മാസം ആവറേജ് 1.5 ലക്ഷം രൂപ നമുക്കിതിപ്പോൾ നടത്തിക്കൊണ്ടുപോകാനായിട്ട് ചിലവുണ്ട്. അത് ഇത് തുടങ്ങിയത് നമ്മളങ്ങനെ കാശ് കയ്യിൽ വെച്ചിട്ടൊന്നുമല്ല. ഈ കാര്യത്തിൽ അല്പം റിസ്ക് എടുക്കുന്നയാൾ ചാർലസ് സോരനാണ്. ചാർലസ് സോരൻ ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് പൈസ ലോൺ ആയിട്ടിട്ടാണിത് ആരംഭിച്ചത്. കർത്താവ് നടത്തുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു വ്യക്തതയോ രൂപരേഖ നമുക്കില്ല. ഒരാവേശം മാത്രമേ, പിന്നെ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് നടത്തും. നമ്മുടെ ഇടയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പോലെ വിശ്വാസത്താൽ മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യത്തിൽ അങ്ങനെ തന്നെയാണ് ആരംഭിച്ചത്. കഴിഞ്ഞ 5 വർഷവും ഇത് മുടങ്ങാതെ നടന്നതിൻ്റെ പുറകിൽ കർത്താവ് സഹായിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എങ്കിലും എങ്ങനെയാണ് സാമ്പത്തികമായ കാര്യങ്ങൾ നടക്കുന്നത് വെച്ചാൽ,
ഞങ്ങൾ കണക്കുകൾ കൃത്യമായിട്ട് എഴുതി ഇതൊരു ഒഫീഷ്യൽ വശമുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നില്ല. ഓഡിറ്റ് ചെയ്ത് എല്ലാ വർഷവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഈ മാസത്തിൽ 1.5 ലക്ഷം രൂപയോളം വരുന്ന അത് ഞങ്ങൾ നോക്കി ഇപ്പോൾ പരിശോധിച്ചപ്പം ഏതാണ്ട് 10 സഭകളും 10 വ്യക്തികളുമാണ് റെഗുലറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കം സമയങ്ങളിൽ പലരും അത് കൂടാതെ ചെയ്യാറുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇത് മുന്നോട്ട് പോകുന്ന ഈ 10 വിശാലമായ ഒരു ശുശ്രൂഷ, ഇത്രയും പണം മുടക്കുള്ള ശുശ്രൂഷ കേവലം നമ്മുടെ ഇടയിൽ തന്നെ ഒരു 10 സഭകളും 10 വ്യക്തികളും, അത്രയും ആളുകൾക്കാണ് ഇതിനെക്കുറിച്ചൊരു ഭാരം ഉള്ളവരായിട്ടുള്ളൂ അല്ലേ. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു ഭാരം ദൈവം കൊടുക്കട്ടെ. എങ്ങനെ ഈ മിനിസ്ട്രിയോട് സഹകരിക്കാമെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അവർക്കും അത് പ്രയോജനമായിരിക്കും. നിശ്ചയമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഹൃദയത്തിലേറ്റണം. നമ്മൾ പറയുമല്ലോ, നെഞ്ചിലേറ്റണം. ഇത് ആരുടെ പരിപാടിയാണെന്ന് എന്നെ ഏതെങ്കിലുമൊക്കെ സഭയിൽ ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇത് ആരുടെ പരിപാടിയാണ്? അപ്പോൾ അവരാദ്യം പറയും ദൈവത്തിൻ്റെ പരിപാടിയാണ്. പക്ഷേ എങ്കിലും ഞാനത് പറയും, ഇത് നമ്മളെ ഏൽപ്പിച്ച പരിപാടിയാണ്, ലോക സുവിശേഷീകരണം എന്ന നിലയിൽ. പക്ഷേ ഇത് നിങ്ങളുടെ പരിപാടിയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിപാടിയാണ് എന്ന നിലയിൽ നമ്മളിത് ആദ്യം ഏറ്റെടുത്തിട്ട് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം. ഒന്ന്, ഏറ്റവും കുറഞ്ഞ വർഷം എല്ലാ ദിവസവും ഈ മിനിസ്ട്രിയെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അത് ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ പറയാറുണ്ട് 10 മിനിറ്റ്. രണ്ടാമത് ഞാൻ പറയുന്നത് 10 മിനിറ്റ് സമയം നമുക്ക് എന്താണേലും ഈ മൊബൈൽ ഫോണും ടാബും ഒക്കെ ഉണ്ട്. 10 മിനിറ്റ് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ 2 കാര്യമായി. ആ ഷെയറിങ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് എത്രയോ വൈഡായിട്ട് പോകുന്നറിയോ. നമ്മുടെ വിശ്വാസികൾ, കേരളത്തിലെ പ്രാദേശിക സഭകളിലെ വിശ്വാസികൾ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്താൽ എത്ര കോടി ജനങ്ങളിലേക്ക് ഇത് ചെല്ലുമെന്നറിയാമോ? നമ്മുടെ സ്ട്രെങ്ത് അത്രയാണ്. പക്ഷേ നമ്മളതിൻ്റെ 100% നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ കുറ്റം പറയാനല്ല. അപ്പം രണ്ടാമത് ചെയ്യാനുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. മൂന്നാമത് നമുക്ക് ചെയ്യാനുള്ളത് പ്രതിഫലേച്ഛ കൂടാതെ ഇതിൻ്റെ പുറകിൽ ധാരാളം നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് പല വിധത്തിലാണ്. പാട്ട് പാടാൻ അറിയാവുന്നവരങ്ങനെ നമ്മുടെ ഇവിടെ മുമ്പിൽ ഇപ്പോഴും നോബൽ സഹിതം ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അതേപോലെ അനേക സഹോദരന്മാരുടെ വീട്, വസ്തുവകകൾ, അവരുടെ കഴിവുകൾ, സമയങ്ങൾ, ഇതിനു വേണ്ടി പ്രതിഫലേച്ഛ കൂടാതെ ഇനിയും ഇതിൽ ജോയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലാത്ത ആളുകളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കുണ്ട്. അതറിയാവുന്ന ഒത്തിരി കഴിവുള്ള സഹോദരന്മാരാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതിനൊക്കെ അവസരമുണ്ട്. പിന്നെ വളരെ പരിപാടികളുണ്ട്, അതെല്ലാം പറയാൻ നേരമില്ലല്ലോ. സണ്ണിച്ചൻ ഇനി വീണ്ടും ഉടനെ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. അതിലേക്ക് നടീനടന്മാരെ ആവശ്യമുണ്ട്. അത് വെറും സിനിമയല്ല, നമ്മളുടെ ഒരു രാജൻ സഹോദരൻ പാസിറ്റോൺ രാജൻ എഴുതിയ വാതിൽ തുറന്നപ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും. അത് ദൈവം അനുവദിച്ചാൽ ചില മാസങ്ങൾക്കുള്ളിൽ സിനിമയായിട്ട് നമ്മുടെ മുമ്പിൽ ക്രിസ്തീയ ലോകത്ത് പല ഭാഷകളിൽ വരുവാനുണ്ട്. അതൊന്നും പറയാനുള്ള അവസരമില്ലെങ്കിലും പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സഹോദരന്മാർക്ക് ധാരാളം അവസരമുണ്ട്. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം, ധാരാളം അവസരമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, 4ാമത് ചെയ്യാനുള്ളത്, ഞാൻ ഇന്ന് സഭകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ ഒരു വരുമാനമുള്ള ആളുകൾക്ക് പോലും ഒരു ദിവസം 10 രൂപ മാറ്റി വയ്ക്കാൻ പറ്റും. ഞാൻ നിശ്ചയമായിട്ട് പറയാം, ഇങ്ങനെ ഒരു അവസരം കിട്ടിയുണ്ട്. വരുമാനമുള്ള എല്ലാവരും 10% തരാൻ നമ്മൾ പറയുന്നില്ല, 100 രൂപ തരാനും പറയുന്നില്ല. 10 രൂപ വരുമാനമുള്ള ഒരു ദിവസം മാറ്റിവെച്ചാൽ, ആഴ്ചയിൽ 5 ദിവസം പണിയെടുത്താൽ മതി. 50 രൂപ മാറ്റിവെച്ച്, ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് കാർഡിലൊക്കെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാ ആഴ്ചയിലും 50 രൂപയോ, ഒരു മാസം 200 രൂപ വരും. 200 രൂപ വെച്ച് എല്ലാ വരുമാനമുള്ള ആളുകളും തരാമെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെൻ്റെ പരിപാടിയാണെന്ന് പറയാൻ ധൈര്യമുണ്ടാവും. എങ്ങനെയാണെന്നറിയോ? ഞാനിതിന് പണം മുടക്കുന്നുണ്ട്, ഞാനിതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ഞാനിതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനിതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വെറുതെ പറയുകയല്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ പരിപാടിയിൽ സഹകരിക്കാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സാമ്പത്തികമായിട്ട് കൂട്ടായ്മ കാണിച്ചോ, പ്രാർത്ഥനയിലോ, ഫോളോ അപ്പിലോ, മറ്റ് സാങ്കേതിക വിഷയങ്ങളിലോ, പരിപാടികൾ അവതരിപ്പിച്ചോ ഒക്കെ ധാരാളം അവസരങ്ങൾ ഉണ്ട്. തദ്ദേശീയ സഭകളുടെ ഒരു പ്രസ്റ്റേജ് പ്രോഗ്രാമായി അനേക ഭാഷകളിലേക്ക് ഇനിയും, എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷകളുടെ ഒന്നും പേര് പറഞ്ഞില്ലാന്ന് തോന്നുന്നു. യൂട്യൂബ് ചാനലിൽ പല ഭാഷകൾ ഇനിയും ഉണ്ടെന്ന് സണ്ണിച്ചിന് തന്നെ അറിയാം. നോർത്ത് ഈസ്റ്റിൽ വേറെ കുറേ ഭാഷകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ വിവരിച്ചില്ല. ഒറിയ എടുത്തിട്ടുണ്ട്, മറാഠി ഉണ്ട്, മറാഠി താമസിക്കാതെ വരും.
പിന്നെ ഏതാണ് നേപ്പാളി, ബംഗാളി, ബംഗാളി, നേപ്പാളി, ഇംഗ്ലീഷ്, പിന്നെ നാഗാമീസ്, നാഗാമീസ്, ആസാമി, അസാമീസ്. ഇത്രയും ഭാഷകളും നമ്മളുടെ പെട്ടിക്കകത്തുണ്ട്, യൂട്യൂബിലുണ്ട്. അതൊന്നും നമ്മൾ വലുതായിട്ട് പറഞ്ഞില്ല. എല്ലാം ചെയ്യാൻ, ഇതിലും അധികം ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർത്താൽ നിശ്ചയമായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. സൗരന്മാരുടെ വിലയേറിയ സമയം ഞങ്ങൾക്കായി തന്നതിന് നന്ദി. ഈ മിനിസ്ട്രിയെ ദൈവം ഏറ്റവും അധികമായിട്ട് വർദ്ധിപ്പിക്കട്ടെ, അനേക മനുഷ്യർ കർത്താവിനെ അറിയാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണ ഇതിനുണ്ടാകും എന്ന് നമുക്കൊരു കയ്യടിയോടുകൂടി സൗരന്മാർക്ക് അറിയിക്കാം. താങ്ക് യു. വചനം മഴയായി പെയ്തിറങ്ങും, സത്യം മലരായി ഇതൾ വിടർത്തും. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ.